പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മുടെ വള്ളിച്ചീരയുടെ ഇല കൊണ്ട് ഒരു ബജി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പപ്പടവട എന്നും പറയാൻ പറ്റില്ല. ഒക്കത്തിനും പെട്ടിട്ടുള്ള ഒരു സാധനം കേട്ടോ. ഷേപ്പ് പപ്പടവട പോലെ ഇരിക്കും, ടേസ്റ്റ് ബജീര പോലെ ഇരിക്കും. അത്ര നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു സാധനമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പറ്റില്ല, കാരണം ആ ഇല എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ ഞാൻ പറയാം, സാധാരണ ഇൻട്രോയില് ഞാൻ വരാറില്ല, ഞാൻ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വരാറ്. ഇന്ന് ഞാൻ ഇൻട്രോയിൽ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ക്ഷമാപണം എന്ന് പറയാം. ഒരു ക്ഷമാപണം നടത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. കഴിഞ്ഞ നമ്മുടെ ഇന്നലെ ഇട്ടിട്ടുണ്ടായ ചരിത്രത്തിൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. അത് മുന്നേ തൊട്ട് തന്നെ ചേട്ടൻ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ അതിനെ തെറ്റുകൾ വരുമ്പോൾ തിരുത്താറുണ്ട്. അത് ചെയ്യുമ്പോൾ അത് പലരും അതിലെഴുതാറ്, ചേച്ചി അങ്ങനെ ചെയ്യണ്ട, ചേട്ടൻ്റെ രീതിയിൽ സംസാരിച്ചോട്ടെ എന്ന്. അപ്പം അതെനിക്കും അത് ശരിയാണെന്ന് തോന്നാറുണ്ട്. ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നിട്ടുള്ളത് കേട്ടാ, ചെയ്യുമ്പോൾ ഒരു പ്ലാനിങ്ങും ചെയ്യാറില്ല, മുൻകൂട്ടി ഒരു പ്രിപ്പറേഷൻസും ചെയ്യാറില്ല. എന്താണ് നമ്മൾ പറയാൻ പോണേന്നുള്ളത് പറയാറില്ല. അപ്പോൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഒരു വീഡിയോയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ അത് തുടക്കാട്ടാ, ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ള വ്ളോഗ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ ഒരു വട്ടം ഞാനിങ്ങനെ പറഞ്ഞു, ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞാനിങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറയും, അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞോളൂ. എന്നിട്ട് ചേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ പറയാം, എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അപ്പം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞോളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ഇരുന്നു. ക്യാമറയും കൂടെ ഓണാക്കി വശം എനിക്ക് പറയാനുള്ള ഡയലോഗുകൾ മുഴുവൻ ഒറ്റ ശ്വാസത്തിന് ചേട്ടൻ പറഞ്ഞു തീർത്തു. എനിക്കൊന്നും പറയാനില്ല, ഞാൻ അന്തം വിട്ടിരിക്കും. എനിക്ക് ആകെപ്പാടെ ഇതായി, എന്തുട്ടാ പറയണ്ടേന്ന് അറിയില്ല. ചേട്ടൻ എനിക്ക് പറയാനുള്ളത് കംപ്ലീറ്റ് പറഞ്ഞു തീർത്തു. അപ്പം എനിക്ക് മനസ്സിലായി ഈ പരിപാടി ശരിയാവില്ല, ഇത് ഇങ്ങനെ ശരിയാവില്ല. ചേട്ടൻ ഇനി നമുക്ക് പ്ലാനിങ് ഒന്നും വേണ്ട, നമുക്ക് ആ സമയത്ത് ചേട്ടൻ എന്തുട്ടേലും പറഞ്ഞു, ആ സമയത്ത് എനിക്ക് എന്തുട്ടാ വായിൽ വരണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം, അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പിന്നെ ആവശ്യമില്ലാത്തുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് കളയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പിന്നെ തൊട്ട് ഞങ്ങൾ ഒരു പ്ലാനിങ്ങും ചെയ്യാറില്ല. ഇപ്പം ചരിത്രം പറയുമ്പോൾ തന്നെ ചേട്ടൻ പോയിന്റ്സ് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് എഴുതി വെക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് ചിലപ്പോൾ പറയാൻ വരട്ടെ, അടിയെ ഞാൻ പറയാൻ പോകണം ഇങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറയാം, എൻ്റെ അടുത്ത് ചേട്ടൻ പറയണ്ട, അപ്പം കേട്ടാൽ മതി. ഒരുവിധം എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എൻ്റെ അടുത്ത് പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ എനിക്ക് കേൾക്കാത്ത കാര്യങ്ങൾ ആ സമയത്ത് ആൾ പറയൂട്ടാ. അപ്പോൾ എനിക്ക് ചിലപ്പോൾ മുന്നേ ഇതൊക്കെ കേട്ടിരുന്നത് എനിക്ക് ആ സമയത്ത് ചിലപ്പോൾ ചിരി വരില്ല, അല്ലെങ്കിൽ കൃത്രിമാവും എൻ്റെ ഭാവങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ ആ സമയത്ത് കേട്ടോളാം, ചേട്ടൻ അപ്പം പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ ഈ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചേട്ടൻ ചിലപ്പോൾ ചിലത് തെറ്റി പറയുമ്പോൾ അത് ചേട്ടൻ്റെ നിഷ്കളങ്കമായ സംസാരമാണ്. അപ്പോൾ അതിൽ ചെറിയ മിസ്റ്റേക്സ് അത് കാര്യമാക്കേണ്ട കാര്യമല്ല, എനിക്കത് തിരുത്തേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പോൾ അത് ചേട്ടൻ ആ തെറ്റ് വരുത്തുമ്പോൾ ഞാനപ്പോൾ അതിങ്ങനെയല്ല അങ്ങനെയെന്ന് പറയും. ആ പറഞ്ഞ് കഴിയുന്ന ആ മൊമെൻറ്റിൽ എനിക്കറിയാം അത് പറയണ്ടേയിരുന്നില്ല, അത് ചേട്ടൻ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നും. അപ്പം ഞാൻ എന്നിട്ട് അത് ആ ഒരു സമയത്ത് ഒന്നും ചിന്തിക്കാണ്ട് നമ്മളതങ്ങനെ പറഞ്ഞു പോകും. ഇടയിൽ ചിലപ്പോൾ ആ കൗണ്ടർ വരുന്നത് അതൊക്കെ ആ സമയത്ത് ഒന്നും ചിന്തിക്കാണ്ട് പറഞ്ഞു പോണതാണ് പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് എഡിറ്റിങ് കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണതിൽ മുന്നേ ചേട്ടൻ എന്നെ എല്ലായ്പ്പോഴും കാണിക്കും, അതൊന്ന് കണ്ടോക്കിയാൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് നോക്കുമ്പോൾ ഈ തിരുത്തണത് കാണുമ്പോൾ എനിക്ക് തന്നെ അരോചകമായിട്ട് തോന്നും. ഞാൻ പറയാം, ആ ഭാഗം കളയി ചേട്ടാ, അത് വേണ്ട, ഞാൻ തിരുത്തണത് ചേട്ടൻ അത് വലിയ തെറ്റൊന്നും അല്ല, അത് അങ്ങനെ കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ ചേട്ടൻ പറയും, അതിനിപ്പോൾ എന്തൊരു കുഴപ്പം, അങ്ങനെ കിടന്നോട്ടെ, അത് രസമല്ലേ എന്ന് പറയും. ഭർത്താക്കന്മാർക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ ഭാര്യമാർ തിരുത്തണതിന് എന്തൊരു കുഴപ്പം, അതൊരു കാര്യമൊക്കെ എടുക്കണ്ട, അതവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ അത് അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പം അതുപോലത്തെ കമൻസ് വരുമ്പോൾ എനിക്ക് തന്നെ അത് തോന്നും, വേണ്ടിയിരുന്നില്ല അങ്ങനെ പറയും. ഇനി അടുത്ത വീഡിയോ തൊട്ട് ചേട്ടൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയാലും മിണ്ടാണ്ടിരിക്കണം വിചാരിക്കും, പക്ഷെ ഞാനത് അങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ഇപ്പോൾ ഈ രായിരനെല്ലൂർ മലയിലേക്ക് പോയത് ഇട്ടപ്പോൾ അതിൽ 3-4 കമൻറ്റ് വന്നു, എൻ്റെ ലോക്കൽ സ്ലാങ് ആണ്, അത് അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ മുന്നേ ചേട്ടൻ മാത്രമുള്ള വീഡിയോസ് നല്ല രസമായിരുന്നു, ഞാൻ കൂടെ വരാൻ തുടങ്ങിയപ്പോൾ ഈ ചാനലിൽ ബോറായി തുടങ്ങി, ഈ ചാനലിൻ്റെ നിലവാരം പോയി തുടങ്ങി, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള കമൻസൊക്കെ വന്നപ്പോഴേ ഞാനാണെങ്കിൽ ആ വീഡിയോയിൽ അധികം സംസാരിച്ചിട്ടുമില്ല.
അല്ലേ? ഞാൻ ചേട്ടനും ഉദയനൊക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഉദയനാണ് കൂടുതൽ അവസരം കൊടുത്തോണ്ട് നമ്മളതില്. ഞാനതില് കാറിലത്തെ ആ കവറ് കളഞ്ഞതിനെ കുറിച്ചിട്ട് മാത്രം കൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാനതിൽ അത്രയ്ക്ക് ഇത് ലോക്കൽ സ്ലാങ് എന്ന് നിങ്ങൾ പറയണത് ഇത് ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയാണ്. ഇതിനെ മാറ്റാൻ പറ്റില്ല എനിക്കിപ്പോ 36 വയസ്സ് ഇത്രയും നാള് സംസാരിച്ച് പഴകി വന്നത് എനിക്ക് മാറ്റാൻ പറ്റില്ല. എന്ത് തന്നെ സംഭവിച്ചാലും പറ്റില്ല എനിക്ക്. ഞാൻ വിചാരിക്കണമെങ്കിൽ ഈ ഭാഷ പൊട്ടയിട്ട്, അതായത് ഈ സ്ലാങ് പൊട്ടയിട്ട് എനിക്ക് തോന്നണം. അപ്പോഴാണ് ഞാൻ ഇതിനെ ഒന്ന് ആലോചിച്ച് കോൺഷ്യസ് ആയിട്ട് ഇതിനെയൊക്കെ മാറ്റി വലിയ ഇങ്ങനെ സ്റ്റാൻഡേർഡായിട്ടൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്കിത് മോശമായിട്ട് തോന്നാത്തടത്തോളം കാലം ഞാൻ ഇങ്ങനെ ഇനിയിരിക്കും. ഈ സ്വഭാവത്തിന് എനിക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഞാനിപ്പോൾ കല്യാണം കഴിച്ചത് കാരണം ഞാൻ ജനിച്ചു വളർന്നത് കറക്റ്റ് തൃശ്ശൂർ ടൗണിൽ തന്നെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. ശരിക്കും ചേട്ടനേക്കാളും തനി തൃശ്ശൂർ ഭാഷ എൻ്റെയാണ്. ഇവിടെ കുറച്ചുകൂടി ഒല്ലൂർ ഭാഷ എന്ന് പറയുന്നതിന് കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞൊക്കെ പോയത് ചിലപ്പോൾ നല്ല ഭയങ്കര ഒരു ജോലിക്കാരനൊക്കെ കല്യാണം കഴിച്ച് പോയി. അപ്പോൾ അവരുടെ ഫാമിലി അതുമായിട്ട് ഇടപഴകി പോയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നേനെ, മുഴുവനായിട്ട് മാറിയില്ലെങ്കിലും. ഇതിപ്പോൾ ചേട്ടൻ്റെ ഭാഷ നിങ്ങൾക്കറിയാം, ചേട്ടൻ്റെ സംസാരം. ഈ മനുഷ്യൻ്റെ കൂടെയാണ് ഇപ്പോൾ 16 കൊല്ലമായിട്ട് ഞാൻ ജീവിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മാറ്റാൻ പറ്റില്ല, ഇത് ഇങ്ങനെ തന്നെയാണ് അല്ലേ? ഒരു മാറ്റം വരുത്തില്ല. എല്ലാവർക്കും അവരവരുടെ സ്ലാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഇവൾക്കും ഇരിക്കും. നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ അത് മാത്രല്ല, നമ്മുടെ കണ്ടമാനം പേര് ഈ വീഡിയോകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇഷ്ടപ്പെടുന്നത് തന്നെ ഞാനും ഇവിടെ തമ്മിലുള്ള വർത്താനം കേട്ടിട്ടാണ് ആളുകൾ ചാനൽ ഇഷ്ടപ്പെടുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഒരു വീഡിയോ ഒരെണ്ണം ഇപ്പൊ ഈ ഇതിലിങ്ങനെ വന്നപ്പം ഒരെണ്ണത്തിൽ ഞാൻ മിണ്ടാണ്ടിരുന്ന ഇങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടി ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. ആ പരീക്ഷണം പരാജയപ്പെട്ടു. ഞാൻ അവളോട് പറഞ്ഞു 99.99% പേരും നീയും ഞാനും നന്നായി വർത്തമാനം പറയണമെന്നാണ്. അപൂർവം ഒരു 1000 കമന്റ് വരുമ്പോൾ ഒരു കമന്റ് തന്നെയാണ് ഇങ്ങനത്തെ വരുന്നത്. അതൊന്നും കാര്യക്കണ്ട, അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവര് വെറുതെ നമ്മളെ നെഗറ്റീവ് അടിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ പറഞ്ഞു. സാരല്ലേ, പോട്ടെ. പിന്നെ വേറെ കാര്യം, നമ്മുടെ ഈ ചരിത്രം ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞ വീഡിയോ നമ്മുടെ ചാനലിൽ നിലവാരം കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു കാര്യം പറയണം. അതായത് അജൂസ് കുക്കിംഗ് ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പരീക്ഷണങ്ങളാണ് മുഴുവൻ. അതായത് ഇതിൽ പാചകമുണ്ട്, ഈ മറ്റേ യാത്രയുണ്ട്, കൃഷിയുണ്ട്, പിന്നെ എൻ്റെ വെറുതെ കഥ പറച്ചിലുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വിഭാഗക്കാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ട് ഇട്ടോണത്. കാരണം ഈ 4 തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യണതിൽ ഏറ്റവും കുറവ് ആളുകൾ കാണുന്നത് തന്നെയാണ്. കാരണം അത് ഞായറാഴ്ച മാത്രമാണത്. അത് കാണാനായിട്ട് എൻ്റെ പ്രായത്തിലുള്ളവർക്ക് കുറേ ഓർമ്മകളുണ്ടാവും. അതൊന്ന് പൊടി തട്ടിയെടുക്കുക, ആ ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുക, എൻ്റെ ഓർമ്മകൾ മറ്റുള്ളവരെ പങ്കുവയ്ക്കുക, അങ്ങനത്തെ ഒരു ഇതാണ്. ഇന്നലത്തെ ചരിത്രം ഒരു പരീക്ഷണം മാത്രമായിരുന്നു. ഞാൻ മിണ്ടാണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും. ഈ വീഡിയോകളിൽ ഈ കുക്കിംഗ് വീഡിയോ ആയാലും ലാസ്റ്റ് ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ചേട്ടൻ എന്നെ വിളിക്കാറുണ്ട്. അപ്പം ചില സമയത്ത് ഞാൻ വല്ല പണിയിലായിരിക്കും. അപ്പോൾ പിന്നെ ആ പണി അതവിടെ ഇട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടി വരാൻ നിൽക്കണം. അപ്പം ഞാൻ ചേട്ടനോട് പറയേ, ചേട്ടൻ തന്നെ അത് ടേസ്റ്റ് ചെയ്തോ. എൻ്റെ സംസാരമല്ല, ചേട്ടൻ്റെ സംസാരം കേൾക്കാനാണ് ആൾക്കാർ ഇരിക്കണത്. എൻ്റെ അധികം അങ്ങനെ ആർക്കും താല്പര്യമില്ല. അപ്പം ചേട്ടൻ തന്നെ നന്നായി വർത്താനൊക്കെ പറഞ്ഞ് അത് ടേസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലതിൽ നിന്ന് ഒഴിവാവാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ മിണ്ടാണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇത്രയ്ക്കധികം ഇഷ്ടമാണോ. ഞാൻ അറിഞ്ഞില്ല സത്യമായിട്ടും നിങ്ങൾ ഇത്രയ്ക്കധികം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പം ഇനി തൊട്ട് എല്ലാ വീഡിയോയിലും ഞാനിവിടെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ വരും. എൻ്റെതായ രീതിയിൽ ഞങ്ങളുടേതായ രീതിയിൽ തന്നെ ഞങ്ങൾ സംസാരിക്കും. ഇത് ഇങ്ങനെ തന്നെ തുടർന്നു പോകും. ഇന്നലെ മിണ്ടാണ്ടിരുന്നു വെച്ചിട്ട് ഇനി ഇവിടെ നിങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞാൻ മിണ്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ പലരും അങ്ങനെ വിചാരിച്ചിരിക്കണേ. 2-3 കമൻറ്റ് വന്നു വെച്ചിട്ട് ചേച്ചി മിണ്ടാണ്ടിരിക്കുക. അപ്പം ബാക്കി 99% പേരും കേൾക്കാൻ കാത്തിരിക്കണവരാണ്. അപ്പം അവരോട് എന്ത് പറയും? അപ്പം അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. ഇതിലൊരു മാറ്റം വരുത്തുമ്പോൾ എൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വരാൻ പോണില്ല. അപ്പൊ കഴിഞ്ഞു. ഇനി ഒന്നും പറയല്ലോ. ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ഇനി വരും. അപ്പൊ ഇനി ചേട്ടൻ ഇത് ഉണ്ടാക്കാൻ പോണ ഈ സാധനം ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഈ ഇപ്പം ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ചേട്ടൻ സിമ്പിളാണ്. നമുക്ക് വേഗം ഉണ്ടാക്കാം. നമുക്ക് അതിന്റെ ഇല പൊട്ടിക്കാൻ ആദ്യം തന്നെ പോവാട്ടാ. ഇല പൊട്ടിക്കാൻ പോവാണ്. കണ്ണിൽ ഊത്തു. ഞാനപ്പോഴേക്ക് കട്ടൻ ചായ ഉണ്ടാക്കി. ഇതിന് കോമ്പിനേഷൻ കട്ടൻ ചായയുടെ കൂടെ ഇത് കഴിക്കണം. കട്ടൻ ചായ മാത്രല്ല, മഴ ഉണ്ടാവണം. മഴ പെയ്യിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. കട്ടൻ ചായ നമുക്ക് ഉണ്ടാക്കാം. മഴ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അതല്ലേ, മഴ പെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. വള്ളിച്ചീര പൊട്ടിക്കാൻ പോകണട്ടാ. കണ്ട
ഇതിൻ്റെ ഒരു പിടി ഒക്കെടാ, ഇതിൻ്റെ ഒരു തല അടക്കം ഞാൻ പൊട്ടിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് നമുക്ക് മുക്കിയിട്ട് ഇടാനാണ്. അപ്പോൾ ഒരു വെറുതെ ഒരു പിടി. നമ്മൾ ഈ ഇലകൾ പൊട്ടിച്ചു കണ്ട സുന്ദരമായ ഇലകൾ. ഈ ഇലകളെ ഇതൊന്ന് തുടയ്ക്കണം കേട്ടോ. ഇലകളൊന്ന് നന്നായി തുടയ്ക്കണം, കഴുകണ്ട, തുടയ്ക്കണം. നമ്മൾ ഈ ഇലകളൊക്കെ തുടച്ച് വെച്ചു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള കൂട്ടുണ്ടാക്കാൻ പോകണം. നമ്മൾ ഈ കടലമാവില്ലേ അതാണ് എടുക്കുന്നത്. അത് നമ്മൾ 1 കപ്പ് കടലമാവ് എടുത്തു കേട്ടോ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇടാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. ഈ 1/4 ടീസ്പൂണിലധികം പെരിഞ്ജീരകല്ലേ, ജീരകല്ല കേട്ടോ, പെരിഞ്ജീരക ഇടാം. പിന്നെ ഈ കറുത്ത എള്ളല്ലേ അത് കുറച്ച് 1/4 ടീസ്പൂണില്ല, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ കായപ്പൊടി ഇല്ലേ അതിടാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇത്തിരീശ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത് കലക്കുക. വല്ലാണ്ട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ ഇതാക്കരുത്. ഇത്തിരീശ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കലക്കി ഇതിൻ്റെ ഇതാണ്ട് കൂട്ടി ശരിയാക്കുക. ഇത്രയ്ക്ക് ലൂസ് മതിയിട്ടാ. ഒരു 5 മിനിറ്റ് നേരം ഇതാണ്ട് ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഒരു ചീഞ്ചട്ടി അടപ്പത്ത് വയ്ക്കുന്നു. അത് ചൂടാകുമ്പോൾ അരിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടോ. ഇത് പപ്പടവട വറക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഈ നമ്മുടെ ഇത് വെച്ചിട്ട് ഒരു 5 മിനിറ്റായി ഈ സാധനത്തിലേക്കാണ് മുക്കുക. വെറുതെ സിമ്പിളായിട്ട് ഇതിലേ സോഡാപ്പൊടിയും ഒന്നും ചേർക്കണ്ട, തന്നെ പൊള്ളയ്ക്കും. നമ്മുടെ ആയിട്ടാ നമുക്കിത് എടുക്കാം. ഫസ്റ്റ് അത് എടുക്കാം കണ്ട. ഇത് കുറച്ചും കൂടി ബ്രൗൺ ആക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. എങ്ങനെ നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ ഇത് ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇത് ഈ സാധനം പിന്നെ ഇതിൻ്റെ ഒപ്പം കട്ടൻ ചായ കേട്ടാ. ഒരു ചായയില അവിടെ ഇവിടെ മഴയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല വെയിൽ ഉദിച്ചു ഇവിടെ. മഴയില്ല. പിന്നെ ഈ സാധനം കണ്ട നല്ലപോലെ പൊള്ളച്ചിട്ടുണ്ട് കേട്ടാ. നമ്മളെ സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട അല്ലേ? ഒന്നുമില്ല. ഈ കടലമാവാണ്. ഇതേ ജഗുവിനായിട്ട് കൊടുക്കണം. ജഗു ഇരുന്ന് തിന്നും, കരു തിന്നും, ഞാനും തിന്നു കേട്ടാ. ഈ സാധനല്ലേ നമ്മുടെ സിനിമാ തിയേറ്ററിൽ കൊണ്ട് വെച്ചിട്ടില്ലേ, നമ്മുടെ ബജിയൊക്കെ പിന്നെ പോയിരിക്കണം. ഇതിലത്തെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇലകൾ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമുള്ളൊരു സംഗതി. കുറെ പേർക്കൊക്കെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടമാനം പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കേരളം മുഴുവൻ അല്ല, ഇന്ത്യ മുഴുവൻ. ഗുജറാത്തില് ബോംബെയിലേക്കൊക്കെ അയച്ചിട്ടില്ലേ. കായ ബജിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കായരത് നല്ല കനത്തിലുണ്ടാവും. ഇത് ഇല എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടുള്ളതാണ്. നമ്മൾ അറിയ പോലില്ല. കിടാങ്ങളെ ശരീരത്തിലേക്ക് ഇലകൾ ചെല്ലും. പിള്ളേരിൽ കഴിക്കാനെയാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണപ്പലഹാരമാണ്. അങ്ങനത്തെ ഒരു പോരായ്മ ഇതിനുണ്ട് കേട്ടാ. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കണതിനേക്കാള് അതിന്റെ അത്ര ദോഷം ഉണ്ടാവില്ല. നമ്മൾ ഉപയോഗിച്ച എണ്ണയിലല്ലോ ഉപയോഗിക്കണത്. നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അത്രയ്ക്ക് ഞങ്ങള് കുഴപ്പമുണ്ടാവില്ല. പിന്നെ സ്ഥിരം കഴിക്കണില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി പരീക്ഷിക്കാന്ന് പറയാനും പറ്റില്ല. ഇലയില്ലാത്ത കാരണം കേട്ടാ. അപ്പൊ ഞാൻ സാധാരണ ചീരലോണ്ട് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും അത് നോക്കി നോക്കാം. പരീക്ഷണം നടത്താം നമുക്ക് ചീരലോണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നമസ്കാരം.